നമ്മളിങ്ങനെ പറയില്ലേ, ഞാൻ രാവിലെ എഴുന്നേക്കാറുണ്ട്, നേരത്തെ തന്നെ എഴുന്നേക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയും, ഞാൻ നേരത്തെ തന്നെ എഴുന്നേക്കാറുണ്ടായിരുന്നു. അതല്ലെങ്കിൽ പറയും, നേരത്തെ എഴുന്നേൽക്കൽ എൻ്റെ ശീലമാണ്. കുട്ടികളൊക്കെ പുറത്തൊക്കെ പോയിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ പറയും, എനിക്ക് നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ശീലമായിട്ട് വരുന്നു, എനിക്കിതൊക്കെ ശീലമായി. ഇങ്ങനെ നമുക്ക് സംസാരിക്കേണ്ട കാര്യമാണ്. ശീലമാണ്, ശീലമായി, ശീലമായി വരുന്നു, ഇങ്ങനെ ശീലമായിക്കൊള്ളും. ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് ഇത്. കാര്യം ഇത് നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ, അല്ലേ? നമ്മൾ എപ്പോഴും ഇതൊക്കെ എനിക്ക് ശീലമാണ്, ഇതൊക്കെ എനിക്ക് ശീലമായിക്കൊള്ളും, ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇത് വാച്ച് ചെയ്യുക എൻഡ് വരെ. നിങ്ങൾ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കുക. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ പറയാണ്, നേരത്തെ എഴുന്നേൽക്കുക എൻ്റെ ഒരു ശീലമാണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് സെൻറ്റൻസുകളിലേക്ക് പോകും. ഞാൻ പറയാണ്, ഞാൻ ഇപ്പോൾ കുട്ടികളെല്ലാം സ്ലീവ്ലെസ് ആണ് ഇടുന്നത്, അല്ലേ? എനിക്ക് ആക്ച്വലി നല്ല ഇഷ്ടമാണ് സ്ലീവ്ലെസ് ഇടുക. പക്ഷെ എനിക്ക് വണ്ണമല്ലേ, അതുകൊണ്ട് ഞാൻ സ്ലീവ്ലെസ് ഇടാറില്ല കേട്ടോ. എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ് സ്ലീവ്ലെസ് ഇടാൻ. അപ്പോൾ ഞാൻ പറയാണ്, ഞാൻ സ്ലീവ്ലെസ് ഇടാറുണ്ട്. സ്ലീവ്ലെസ് ഡ്രസ്സ് ഞാൻ ഇടാറുണ്ട്. ഇനിയിപ്പോൾ സ്ലീവ്ലെസ് എന്ന് പറയുമ്പോൾ ഇനി ആർക്കെങ്കിലും അറിയത്തില്ല, അതപ്പോൾ എന്താണ്, നമ്മുടെ കൈയില്ല, ഈ ഷോൾഡറിൻ്റെ ഇവിടെ വരെ ഡ്രസ്സ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഔട്ട്ഫിറ്റ് ഞാൻ ഇടാറുണ്ടെന്ന് എങ്ങനെ പറയും? കുട്ടികൾ പറയൂ. ഐ വെയർ സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റ്, അല്ലേ? നമ്മളത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞത്. എങ്ങനെയാണ്? ഐ വെയർ സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റ്. ഐ വെയർ സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റ്സ്. ഞാനിങ്ങനെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ഇടാറുണ്ട്. ശ്രദ്ധിച്ചോളൂ, ഇടാറുണ്ട്. ഇപ്പോഴും ഞാൻ ഇടാറുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ഞാൻ പറയുകയാണ്, ഞാൻ സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റ് ഇടാറുണ്ടായിരുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ചിട്ടാണ് എനിക്ക് പറയാം, ഞാൻ ഡെലിവറിക്കൊക്കെ മുമ്പ് സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റ് ഇടാറുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇടാറുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ പറയേണ്ടത് സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റ് ഞാൻ ഇടാറുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാ പറയാ? അത് നമുക്കറിയാം. എങ്ങനെയാണ്? ഐ യൂസ്ഡ് ടു വെയർ സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റ്സ്. എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? ശ്രദ്ധിക്കൂ. ഐ യൂസ്ഡ് ടു വെയർ സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റ്സ്. സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റ്സ് ഇടാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ഇടുമോ? അത് ഇപ്പം ഞാൻ ഇടാറില്ല. ഇപ്പം അതുമൊന്ന് നിങ്ങൾ പറയൂ. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു എത്രയായി, 29 മറ്റോ ആയി, ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചല്ലോ. ഞാൻ സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റ് ഇടാറില്ല എന്ന് എങ്ങനെ പറയും? ആരാ തെറ്റിച്ചത്? അപ്പൊ നിങ്ങൾ പഠിച്ചില്ലേ? ഐ ഡോണ്ട് വെയർ, അല്ലേ? ഐ ഡോണ്ട് വെയർ സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റ്സ്. ആരെങ്കിലും തെറ്റിച്ചെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ ഒരു ബേസ് ആണ്, ഈ ഡോണ്ട് ഔട്ട്ഫിറ്റ് എന്നുള്ളതൊക്കെ. അല്ല ഡോണ്ട് വെയർ എന്നെങ്കിൽ ഡസും ഡു ഒക്കെ. അപ്പോൾ അത് തെറ്റിച്ചവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ ഒരു 3 സെക്ഷൻ നമ്മൾ പഠിച്ചു. ഏതാണ്? ഇടാറുണ്ട് എന്ന് പറയാൻ, ഇപ്പോഴും ഞാനത് ചെയ്യാറുണ്ട്. ഇടാറുണ്ട് എന്ന് പറയാൻ ഐ വെയർ എന്ന് പറഞ്ഞു. ഇടാറുണ്ടായിരുന്നു എന്ന് പറയാൻ ഐ യൂസ്ഡ് ടു വെയർ എന്ന് പറഞ്ഞു. ഇനി ഞാൻ ഇടാറില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് വെയർ എന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയാണ്, ഞാൻ സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റ് ഇടാറില്ലായിരുന്നു. കുഞ്ഞുനാൾ മുതലേ തന്നെ, അല്ലെങ്കിൽ മുമ്പേ തന്നെ ഞാൻ സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റ് ഇടാറില്ലായിരുന്നു. അപ്പോൾ കുഞ്ഞുനാളിൽ ഞാനത് ശീലമില്ല. കുഞ്ഞുനാളിൽ ഞാൻ സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റ് ഇടാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റ്, അങ്ങനെ കുറേ പേരുണ്ട്, അല്ലെ? നേരത്തെ ഒന്നും സ്ലീവ്ലെസ് ഇടാൻ മടിച്ചവർ ഇപ്പോൾ ഇടുന്നവരുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റ് ഇടാറില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാനിടും. അങ്ങനെ നമ്മൾ പറയേണ്ടി വരില്ലേ? അപ്പോൾ എങ്ങനെ പറയും? ഐ ഡിഡിൻറ്റ് യൂസ് ടു വെയർ സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റ്. ഡിഡ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ആണ്. ഇനി നമ്മൾ യൂസ്ഡ് എന്ന് പിന്നെ വേണ്ട. ഐ ഡിഡിൻറ്റ് യൂസ് ടു വെയർ സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റ്. ക്ലിയർ ആയോ? ഇവിടെയെങ്കിലും കൺഫ്യൂഷൻ വന്നോ? അപ്പം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എഴുതി വെക്കൂ. വേറൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി മനസ്സിലാവും.
ഞാൻ പാല് കുടിക്കാറില്ല. എങ്ങനെ പറയും? ഞാൻ പാല് കുടിക്കാറില്ല. ഇത് നിങ്ങൾ ബുക്കിൽ വേണമെങ്കിൽ എഴുതി വെക്കുക. കുടിക്കാറില്ല. ഐ ഡോണ്ട് ഡ്രിങ്ക് മിൽക്ക്. ഇനി ഷീ ആണെങ്കിലോ, ഷീ ഡസിൻറ്റ് ഡ്രിങ്ക് മിൽക്ക്. പാല് കുടിക്കാറില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പാല് കുടിക്കാറില്ല. ഇനി ഞാൻ പറയുന്നു, ഞാൻ പാല് കുടിക്കാറുണ്ട്. ഞാൻ പാല് കുടിക്കാറുണ്ട്. രാവിലെ ഞാൻ പാല് കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് മിൽക്ക്. ഷീ ആണെങ്കിലോ, ഷീ ഡ്രിങ്ക്സ് മിൽക്ക്. ഇത്രയും ക്ലിയർ? ഇനി ഞാൻ പറയാണ്, വെൻ ഐ വാസ് എ ചൈൽഡ്, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ പാല് കുടിക്കാറുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ പാല് കുടിക്കാറുണ്ടായിരുന്നു. കുടിക്കാറുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ പഠിച്ചത് കുടിക്കാറുണ്ടെന്നാണ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് കുടിക്കാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു ഡ്രിങ്ക് മിൽക്ക്. ഇനി ഞാൻ പറയാണ്, വെൻ ഐ വാസ് എ ചൈൽഡ്, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ പാല് കുടിക്കാറില്ലായിരുന്നു. പാല് കുടിക്കാറില്ലായിരുന്നു. പാല് കുടിക്കില്ല എന്നല്ല പറഞ്ഞത്, പാല് കുടിക്കാറില്ലായിരുന്നു. ഐ ഡിഡ്ന്റ് യൂസ് ഇല്ല. ഐ ഡിഡ്ന്റ് യൂസ് ടു ഡ്രിങ്ക് മിൽക്ക്. ഈ ഒരു സെക്ഷൻ ക്ലിയർ ആയല്ലോ? അതായത് യൂസ്ഡ് ടു ഉപയോഗിച്ചിട്ട് വേർബിന്റെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ പറയേണ്ടത്. അത് പറയുമ്പോൾ നമ്മൾക്ക് ആ ശീലം ഉണ്ടായിരുന്നു, ഇപ്പൊ ആ ശീലമില്ല. അതിനാണ് നമ്മൾ പറയുന്നത്. ഇനി ഡിഡിൻ യൂസ് ടു വേർബ് ഫസ്റ്റ് ഫോം ആണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ ആ ശീലം ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ആ ശീലം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡിഡിൻ യൂസ് ടു ഉപയോഗിച്ചത്. ഡിഡിൻറ്റ് യൂസ്ഡ് ടു അല്ല, പ്രത്യേകം ഓർക്കുക. കാരണം ഡിഡ് എന്ന് പറയുന്നത് തന്നെ ഒരു പാസ്റ്റ് ആണ്. അപ്പൊ പിന്നെ വേറെ നമുക്ക് പാസ്റ്റ് വേണ്ട, അത് നമുക്കറിയാം. അപ്പൊ അത് ക്ലിയർ ആയേ? ഇനി നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നൊരു കാര്യം ഞാൻ പറയാം. അവള് മുംബൈയിലാണ് താമസിച്ചിരുന്നത്. ഞാൻ പറഞ്ഞതിനകത്ത് ഇത് എന്തെങ്കിലും പെട്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ നിങ്ങളൊന്ന് ഓർക്കൂ, അവൾ മുംബൈയിലാണ് താമസിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവൾ മുംബൈയിലാണോ താമസിക്കുന്നത്? അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നേരത്തെ ഉണ്ടായിരുന്ന ശീലങ്ങൾ പറയാൻ നമുക്ക് എന്ത് വേണം? യൂസ്ഡ് ടു വേണം. അവള് നേരത്തെയാണ് മുംബൈ, ഇപ്പൊ അവള് ബാംഗ്ലൂരിലാണ്. അങ്ങനെയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കുക, അത് കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഷീ യൂസ്ഡ് ടു ലിവ് ഇൻ മുംബൈ. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. മുംബൈയിലാണ് താമസിച്ചിരുന്നത്. ഇപ്പൊ അവൾ അവിടെയല്ല, അന്നത്തെ കാര്യമാണ്. സോ യൂസ്ഡ് ടു ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം. പാസ്റ്റിലെ ഒരു ഹാബിറ്റ്, പാസ്റ്റിൽ നമ്മൾ സ്ഥിരം ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമുക്കിപ്പം ഇല്ല എങ്കിൽ നമ്മൾ യൂസ്ഡ് ടു ആണ് ഉപയോഗിക്കേണ്ടത്. അതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഡിഡിൻറ്റ് യൂസ് ടു ആണ്. പിന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ്, അത് നിങ്ങൾക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറയുകയാണ്, എനിക്ക് നേരത്തെ എഴുന്നേൽക്കുന്നത് ശീലമാണ്. ഇപ്പോ എന്നെ സംബന്ധിച്ചിട്ട് അങ്ങനെയാണ്. നേരത്തെ എഴുന്നേൽക്കുന്നത് എനിക്ക് ശീലമാണ് എന്നെങ്ങനെ പറയാം? എനിക്ക് ശീലമാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ശീലമാണ്. ഇതിനകത്ത് ഒരു സാധനം നമുക്ക് ഓർത്തെടുത്ത് പറയാൻ പറ്റും. ശീലമാണ്. ആണോ എന്ന് പറയാൻ നമുക്ക് എന്താണ് വേണ്ടത്? ഇസാമാര് വേണമെന്ന് നമുക്കറിയാം. അപ്പൊ എനിക്ക് ശീലമാണ് അതെങ്ങനെ പറയുന്നപ്പോ ഐ ആം യൂസ്ഡ് ടു. ഐ ആം യൂസ്ഡ് ടു വേക്കപ്പ് എന്നല്ല. ടു കഴിഞ്ഞാൽ വേർബ് ഫസ്റ്റ് ഫോം എന്നൊക്കെയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു തിരുത്ത് നാം വരുത്തുകയാണ്. ഐ ആം യൂസ്ഡ് ടു വേക്കിംഗ് അപ്പ് ഏർലി. കണ്ണിലൊരു ഉറുമ്പ് കടിച്ചു. ഐ ആം യൂസ്ഡ് ടു വേക്കിംഗ്. ING ആണ് നമ്മൾ അവിടെ ഉപയോഗിച്ചത്. ഇനി ടു കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ING ഉപയോഗിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കും അല്ലെ? ഇവിടെ ഈ വേക്ക് എന്ന് പറയണ അല്ലെങ്കിൽ വേക്കിംഗ് എന്ന് പറയണ നിൽക്കുന്ന ഒരു വേർബ് ആയിട്ടല്ല, ഒരു ജെറൻഡ് അല്ലെങ്കിൽ നൗൺ. ഞാൻ ജെറൻഡ് എന്താണെന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്തിട്ടുണ്ട്. കഴിയുമെങ്കിൽ ഞാൻ ഇവിടെയോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കാം. എനിക്കത് അവിടുന്ന് തപ്പിയെടുക്കാൻ പറ്റുമെങ്കിൽ ഞാനത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായി മനസ്സിലാകുന്ന ഒരാളുടെ ക്ലാസ് കേൾക്കുക, ജെറൻഡ് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഐ ആം
used to waking up early. എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് ശീലമാണ്. She is used to drinking coffee. അവൾക്ക് കോഫി കുടിക്കുന്നത് ശീലമാണ്. I am used to wearing sleeveless outfits. എനിക്ക് സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റ്സ് ഇടുന്നത് ശീലമാണ്. അപ്പോൾ ശീലമാണ്, എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ശീലമാണ് എന്ന് പറയാൻ ഉപയോഗിക്കേണ്ടത് ഓർത്ത് വെക്കുക. നിങ്ങൾ ആണ് എന്ന് അതിനകത്ത് വന്നു, ഇസാമാറാണ്. അപ്പൊ പിന്നെ നിങ്ങൾ ഓർക്കുക, ഈ ജെറിൻ്റെ എന്നൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കുക, അതൊക്കെ ഗ്രാമറാണ്. അതല്ലാതെ എളുപ്പത്തിൽ ഓർത്തിരിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ ഓർക്കുക ഇസാമാറാണ്, വേർബ് ing ആണ് എന്നുള്ള ഒരു ടെക്നിക്ക്. തെറ്റാണ് കേട്ടോ അത്, പക്ഷെ അങ്ങനെ ഒരു ടെക്നിക്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക. എനിക്ക് തണുത്ത കാലാവസ്ഥ ശീലമാണ്. എങ്ങനെ പറയും? I am used to the cold weather. കോൾഡ് വെതർ എനിക്ക് ശീലമാണ്. അപ്പൊ നമ്മൾ അവിടെ ing അല്ല ഉപയോഗിച്ചത്, കോൾഡ് ആണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ing വേണ്ട. ക്ലിയർ ആയല്ലോ? അപ്പൊ ശീലമാണ് എന്ന് പറയാൻ നമ്മൾ അതാണ് ഉപയോഗിച്ചത്. ഇനി ഇപ്പൊ എനിക്ക് ശീലമല്ല എന്ന് പറയണമെങ്കിലോ, എനിക്ക് തണുത്ത കാലാവസ്ഥ ശീലമല്ല. I am not used to. എനിക്ക് സ്ലീവ്ലെസ് ഇടുന്നത് ശീലമല്ല. I am not used to wearing. ക്ലിയർ ആയല്ലോ? അവിടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ പറയും, ഇപ്പോൾ ഞാനിപ്പോൾ നമ്മൾ സ്ലീവ്ലെസ് തുടങ്ങിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയണത്. ഞാൻ അപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, സ്ലീവ്ലെസ് എനിക്ക് ശീലമായി വരുന്നു ഇതൊക്കെ ഇട്ടിട്ട്. അങ്ങനെ നമ്മൾ പറയല്ലേ, 1-2 വട്ടം ഇട്ടു, ഇപ്പം എൻ്റെ ഒരു നാണക്കേടൊക്കെ പോയി, എനിക്ക് അതിങ്ങനെ ശീലമായി വരുന്നു. അത് നമ്മൾ പറയല്ലേ, ശീലമായി വരുന്നു. ശീലമായി വരുന്നു. അപ്പൊ നമ്മൾ എവിടെയാണ്? ഇപ്പൊ പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. I am getting used to wearing sleeveless outfits. I am ഒരു സാധനം നമ്മൾ അവിടെ കൂട്ടിച്ചേർത്തു. getting എന്ന വാക്ക് നമ്മൾ കൂട്ടിച്ചേർത്തു. I am getting used to wearing sleeveless outfits. I am getting used to live in Mumbai. മുംബൈയിൽ താമസിക്കുന്നത് എനിക്ക് ശീലമായി വരുന്നു. കാരണം അവിടെ ഭയങ്കര റഷ് അല്ലേ. ശീലമായി വരുന്നു. She is getting used to weather. തണുത്ത കാലാവസ്ഥയിൽ ജീവിച്ച് ശീലമായി വരുന്നു. ശീലമായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് വരുന്നു. അത് തന്നെ, ഒരു തണുത്ത കാലാവസ്ഥ എനിക്ക് പൊരുത്തപ്പെട്ട് വരുന്നു. കാരണം കുറച്ച് ദിവസങ്ങളായി ഇവിടെ താമസിക്കുന്നു, ശീലമായൊക്കെ വരുന്നു. അപ്പൊ ശീലമായി വരുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയും പരിചയമായി വരുന്നു. ഇതൊക്കെ പറയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈസ്, ആം, ആർ, ഗെറ്റിംഗ് യൂസ്ഡ് ടു ആണ് ഉപയോഗിക്കേണ്ടത്. ഇതും ക്ലിയർ ആയല്ലോ? സംശയമൊന്നുമില്ലല്ലോ? കുറച്ചൊക്കെ കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ 2-3 വട്ടം കേൾക്കുക. ഇത് നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഇരിക്കുന്നിടത്ത് ഫാനില്ല, അതുകൊണ്ട് ഭയങ്കര വേർപ്പ്. ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്തൊരു സെക്ഷനിലോട്ട് പോവുകയാണ്. ഇനി നമ്മൾ പറയുന്നു, നമ്മളിപ്പോൾ പറഞ്ഞത് ശീലമാണ് എന്ന് പഠിച്ചു, ശീലമായി വരുന്നു എന്ന് പഠിച്ചു. ഇനി നമ്മൾ എന്ത് പറഞ്ഞു? എനിക്ക് ശീലമായിരുന്നു. അതൊക്കെ എനിക്ക് ശീലമായിരുന്നു എന്ന് പറയാലേ. അതായത് ഞാൻ പറയും, എനിക്ക് സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റ് ഒരു ശീലമായിരുന്നു. ശീലമായിരുന്നു. അപ്പൊ എങ്ങനെയാ പറയാ? ശീലമായി വരുന്നു. I am getting used to. ശീലമായിരുന്നു. I was getting used to wearing sleeveless outfit. She was getting used to drinking coffee. കോഫി കുടിക്കുന്നവൾക്ക് ശീലമായിരുന്നു. They were getting used to waking up early morning. നേരത്തെ എഴുന്നേൽക്കുന്നത് അവർക്ക് ശീലമായിരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു? ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ. ബുക്കിൽ ഇതൊക്കെ എഴുതി വെക്കുക. ക്ലാസ് ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുമ്പോൾ നിങ്ങൾ ബുക്കിൽ ഇതെല്ലാം കൂടെ എഴുതി വെക്കുക. ഓക്കെ, ഇനി അത് ശീലമായി വരുന്നു. വാസ് വേറാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചത്. ശീലമായിരുന്നു. ഇനി നമ്മൾ പറയും ശീലമായിക്കൊള്ളും. നമ്മളിപ്പോ കുട്ടികൾ പുറത്തൊക്കെ പോയിട്ട് വിളിക്കും, ഭയങ്കര തണുപ്പാ ഇവിടെ. അപ്പൊ നമ്മൾ അമ്മമ്മ, മോനെ വിഷമിക്കേണ്ട, ഡോൺ വരി, നിനക്കത് ശീലമായിക്കൊള്ളും. ശീലമായിക്കൊള്ളും.
അപ്പൊ നമ്മൾ ശീലമായോ? ഇല്ല. അപ്പൊ അവിടെ ഒരു സാധനം വേണ്ടേ? എന്തു വേണം? വിൽ ഗെറ്റ് വേണം. യു വിൽ ഗെറ്റ് യൂസ്ഡ് ടു live in കാനഡ. എന്തായിരുന്നു ഞാൻ തെറ്റിച്ചാ പറഞ്ഞേ. യു വിൽ ഗെറ്റ് യൂസ്ഡ് ടു live in കാനഡ. എന്താ ഞാൻ പറ്റിയ തെറ്റ്? നിങ്ങൾ തന്നെ പറയും. വിൽ, ഞാൻ പറഞ്ഞ എന്താണ്? യു വിൽ ഗെറ്റ് യൂസ്ഡ് ടു. നേരത്തെ ഞാൻ പറഞ്ഞു ഇനി അവിടെ നിൽക്കുന്നവരെല്ലാം എന്താണ്? ജെറൻഡ് ആണ്. അപ്പൊ അവിടെ എന്ത് വേണം? ലീവിങ് എന്ന് വേണം. കിട്ടിയോ നിങ്ങൾക്ക്? യു വിൽ ഗെറ്റ് യൂസ്ഡ് ടു ലിവിങ് ഇൻ കാനഡ. കാനഡയിൽ നിനക്ക് ശീലമായിക്കൊള്ളും. നീ വിഷമിക്കണ്ട. ഡോണ്ട് വറി. I will get used to waking up early. നേരത്തെ എഴുന്നേൽക്കുന്നത് എനിക്ക് ശീലമായിക്കൊള്ളും. Will get used to verb ing. അതെനിക്ക് ശീലമായിക്കൊള്ളും. ഒട്ടും ശീലമല്ല, പക്ഷെ എനിക്കത് ഫ്യൂച്ചറിൽ ശീലമായിക്കൊള്ളും. ക്ലിയർ ആയല്ലോ? I will be used to drinking tea. Will be used to drinking tea എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ശീലമാകും. ഇപ്പോൾ എനിക്കിഷ്ടമില്ല, പക്ഷെ ഞാൻ കുടിച്ചോണ്ടിരിക്കുകയാണ്. എനിക്കത് ശീലമാകും, എനിക്കത് ഉറപ്പാണ്. അതിനാണ് നമ്മൾ വിൽ ബി, ശീലമാകും. ബി എന്ന് പറഞ്ഞാൽ ആകും. ഐ വിൽ ബി യൂസ്ഡ് ടു ഡ്രിങ്കിങ് ടീ. ടീ കുടിക്കുന്നത് എനിക്ക് ശീലമാകും. അപ്പോൾ നമ്മളവിടെ വിൽ ഗെറ്റ് ഉപയോഗിച്ച് പറഞ്ഞിരുന്നു. അതെന്ന് വെച്ചാൽ അത് എനിക്കൊട്ടും ഇപ്പോൾ ഇല്ല, പൊരുത്തപ്പെടാൻ കഴിയില്ല, പക്ഷെ എനിക്ക് ഫ്യൂച്ചറിൽ ആയിക്കൊള്ളും. പക്ഷെ വിൽ ബി ഉപയോഗിക്കുമ്പോൾ ഒരു പക്ഷേ എനിക്കതൊക്കെ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്, എനിക്കത് ശീലമാകും. അതുകൊണ്ടാണ് നമ്മൾ വിൽ ബി ഉപയോഗിച്ച് പറഞ്ഞത്. കുറച്ച് സംശയങ്ങൾ നിങ്ങൾക്ക് വന്നെന്ന് എനിക്ക് വളരെ ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഇത് 1-2 വട്ടം കേൾക്കുക. ഓക്കെ, അപ്പൊ ഞാനിതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് പറയാം. നിങ്ങൾ ബുക്കിൽ എഴുതി വെച്ചോളൂ. ഞാനത് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ എഴുതൂ. ചെയ്യാറുണ്ടായിരുന്നു. യൂസ്ഡ് ടു വേർബ് ഫസ്റ്റ് ഫോം. ചെയ്യാറില്ലായിരുന്നു. ഡിഡിന്റ് യൂസ് ടു വേർബ് ഫസ്റ്റ് ഫോം. ശീലമാണ്. ഈസാമാറ്. യൂസ്ഡ് ടു വേർബ് ing. ശീലമായി വരുന്നു. ഈസാമാറ് ഗെറ്റിംഗ് യൂസ്ഡ് ടു വേർബ് ing. ശീലമായിരുന്നു. വാസ് വേർ ഗെറ്റിംഗ് യൂസ്ഡ് ടു വേർബ് ing. ശീലമായിക്കൊള്ളും. will get used to verb ing. ശീലമാകും. will be used to. ഇനി എന്താ നമ്മൾ പറഞ്ഞത്? എല്ലാം പറഞ്ഞല്ലേ? അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ ഒരു നോട്ട് കൊടുത്താൽ, നമുക്കറിയാം ഓക്സിലറിയുടെ കൂടെയൊക്കെ ഒരു നോട്ട് കൊടുത്താൽ അത് നെഗറ്റീവ് സെൻറ്റൻസുമായി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കുറച്ച് ക്ലാസ്സിൻ്റെ ലെന്തും കൂടിപ്പോയി, പക്ഷേ ഇത് നിങ്ങൾക്ക് ഒന്നിച്ചെടുത്ത് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം വരും. അപ്പോൾ ശീലമാണ്, ശീലമാകും, ശീലമായിക്കൊള്ളും, ചെയ്യാറുണ്ടായിരുന്നു, ഇതൊന്നും ഇനി നിങ്ങൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സുകൾ തീർന്നു. എനിക്ക് തോന്നുന്നു ഇത് 28 ഒക്കെയാണെന്ന് തോന്നുന്നു. ഈ 30 ഡേയ്സും ഈ ക്ലാസ്സുകളും കൂടി ബുക്കിൽ എഴുതി വെച്ച് പഠിച്ചവരുണ്ടെങ്കിൽ അവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്പീക്കിംഗ് ക്ലാസ്സുകൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ സംസാരിച്ച് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് 1:1 എന്ന ലെവലിൽ സംസാരിച്ച് പഠിക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ സംസാരിച്ച് സമയം കളയുന്നില്ല, ടൈമൊക്കെ നീണ്ടുപോയി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.